ISL ഫൈനലിലേറ്റ പരാജയത്തിന് കലിംഗയിൽ ഗോവയുടെ മധുര പ്രതികാരം. 1-നെതിരെ 3 ഗോളുകൾ നേടി FC ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കൂടാരം കയറ്റിയപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സംഭവിച്ച പരാജയത്തിന് ഗോവയുടെ മറുപടി കൂടിയായി സെമി ഫൈനൽ വിജയം. മെയ് 3-ന് ഗോവ ഇനി ജംഷഡ്പൂർ FCയെ നേരിടും. ഇന്നലത്തെ രണ്ടാം മത്സരത്തിൽ ഖാലിദ് ജമീലിന്റെ ചുണക്കുട്ടികൾ മുംബൈ സിറ്റിയെ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് സെമി ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. ഗോവൻ കാളക്കൂറ്റന്മാരുടെ ആക്രമണത്തിന് മുന്നിൽ കളിയുടെ ഒരു ഘട്ടത്തിലും മോഹൻ ബഗാൻ താരങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സുഹൈൽ ഭട്ടിന്റെ 1 ഗോൾ നേട്ടം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇന്നലത്തേത് ഗോവയുടെ സമ്പൂർണ്ണ വിജയമായി തീരുമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിച്ച ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് കൊൽക്കത്ത ടീം മത്സരത്തിന് ഇറങ്ങിയതെങ്കിലും ആ കളിയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു ഇന്നലെ കണ്ടത്. സഹൽ അബ്ദുൾ സമദിനും ആഷിഖ് കരുണിയനുമൊന്നും തിളങ്ങാനാകാഞ്ഞ മത്സരത്തിൽ മറുഭാഗത്ത് ബോർഗെ ഹെരേരയും ഡ്രാസിച്ചും ഐഗർ ഗോരോച്ചനെയുമെല്ലാം മിന്നുന്ന പ്രകടനം കൂടി പുറത്തെടുത്തപ്പോൾ മോഹൻ ബഗാന്റെ പതനം പൂർത്തിയാവുകയായിരുന്നു. മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയെങ്കിലും തളരാതെ പൊരുതിയ ഗോവയെ പിടിച്ചു നിർത്താൻ അത് മതിയാകുമായിരുന്നില്ല. ISL രണ്ടാം സ്ഥാനക്കാരും ശക്തരുമായ FC ഗോവയെ തളയ്ക്കാൻ ഖാലിദ് ജമീലിന് ഫൈനലിൽ മികച്ച തന്ത്രങ്ങൾ തന്നെ ഒരുക്കേണ്ടി വരും. കളിയിൽ മുൻതൂക്കം പ്രവചിക്കുന്നത് FC ഗോവയ്ക്കാണെങ്കിൽ കൂടി ഫുട്ബോൾ എന്ന 90 മിനിറ്റിന്റെ മാജിക്കിൽ ഏത് വമ്പനും ഏതു സമയത്തും അടിതെറ്റാമെന്നുള്ളത് കാൽപന്ത് കളിയുടെ സ്വഭാവവും രസച്ചരടുമൊക്കെയാണല്ലോ.